എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു മസാല പെരട്ടാണ് തയ്യാറാക്കുന്നത്. സാധാരണ നമ്മളിത് സദ്യയിലാണ് വിളമ്പാറ്, പക്ഷേ നമുക്ക് ചപ്പാത്തിക്ക് പൊറോട്ടയ്ക്കും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്കത് ഗ്രേവി ടൈപ്പ് ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അതേപോലെ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ നന്നായിട്ട് നല്ല പെരട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ട്രൈ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ റെസിപ്പി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മസാല പെരട്ട് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി അത്യാവശ്യം വലിപ്പമുള്ള കഷ്ണാക്കി നുറുക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ സവാള ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണം വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവിൻ്റെ അളവ് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് പകുതി വെന്ത് വന്നാൽ മതി. അപ്പോൾ അത് ഒന്ന് അവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലക്കൂട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റൗ ഓണാക്കി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 1/2 കപ്പ് ചിരകിയ നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയാലും ചേർത്ത് കൊടുക്കാം. നമുക്ക് പാക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ, അതായാലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 3 ചെറിയുള്ളിയും 2 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്തിട്ടുണ്ട്. അതേപോലെ 1 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു ചെറിയ പീസ് ബേ ലീഫ് ചേർക്കുന്നുണ്ട്. ഇത് കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് 1 ഏലയ്ക്ക, 1 ഗ്രാമ്പു ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മസാലയുടെ അളവ് കൂടണ്ട, കാരണം അല്ലെങ്കിൽ ഭയങ്കര മസാലയുടെ കുത്തായി പോവും. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ചുവക്കി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഒരു ലോ ടു മീഡിയത്തിലിട്ടിട്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ തേങ്ങയൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മുഴുവനോടെയുള്ള മല്ലിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം മല്ലിയുടെ പൊടി ആയാലും ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവിൻ്റെ അളവ് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 വറ്റൽമുളകായാലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം. അപ്പോൾ ഇത് കരിഞ്ഞ് പോകരുത് കേട്ടോ. അപ്പോൾ അത് ഇവിടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. ഇതൊന്ന് ചൂടാറി വന്നതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ഇതാ നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അതവിടെ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് പകുതി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പകുതി കോളിഫ്ലവർ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നന്നായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിന് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് അതിനത് വെന്ത് കിട്ടും. അപ്പോൾ അതവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും കോളിഫ്ലവറൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന നമ്മുടെ മസാലക്കൂട്ട് ഞാനിവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിലൊന്ന് അടച്ച് വെച്ചിരിക്കാം. ഇതൊരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ ഇവിടെ നന്നായിട്ട് നമ്മുടെ മസാല പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഗ്രേവി ടൈപ്പ് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കുമല്ലോ, അപ്പോൾ ആ സമയത്ത് അതിനകത്ത് വെള്ളം കൂടെ വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇവിടെ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുത്തതിന് ശേഷമാണ് അതിലേക്ക് മസാലക്കൂട്ട് ചേർത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം അങ്ങനെ വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ചൊഴിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റവ് ഓണാക്കി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിൻ്റെ കൂടെ നമുക്കൊരു 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം.
ഇനി ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് താളിച്ചൊഴിക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സദ്യയിലൊക്കെ വിളമ്പുന്ന മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. മസാല പെരട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ, പൊറോട്ടയുടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്